ഹലോ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോവുകയാണ്. കുഞ്ഞുമണി ദേ രാവിലെ തന്നെ കുളിച്ച് സുന്ദരി മണിയായിട്ടിരിക്കുവാണ്. ഞാനും ഏട്ടനും കുഞ്ഞുമണി നാത്തും ചേച്ചിയും പിന്നെ അന്തുചേട്ടനുണ്ട്. അന്തുചേട്ടനെ ഇനി നമ്മൾ വിളിക്കാൻ പോകണം. അന്തുചേട്ടനാണ് ഈ യാത്രയുടെ സാരഥി. യാത്ര എന്നൊക്കെ പറയാൻ പറ്റത്തില്ല, നമ്മളിവിടെ അടുത്തൊരു സ്ഥലം വരെയാണ് പോകുന്നത്. അപ്പം നമ്മൾ ഫുൾ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ പോവുകയാണ്. കുഞ്ഞുമണി പയ്യെ ചേച്ചിയുടെ കയ്യിലോട്ട് പോയി അവിടെ അവൾ സേഫാകട്ടെ, അവിടെ ഇങ്ങനെ ഇരുന്നോളും. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഒരു 10-15 മിനിറ്റേ ഉള്ളൂ കേട്ടോ. നമ്മളങ്ങനെ രാവിലെ തന്നെ പഴങ്കഞ്ഞി കുടിക്കാൻ പോയതാണ്. കണ്ട ഒരു കുഞ്ഞു കടയാട്ടോ, ഏഴംകുളം എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ ഏരൂരിൽ നിന്ന് കുളത്തൂപ്പുഴയിൽ പോകുന്ന റൂട്ടിലാണ് കേട്ടോ ഈ സ്ഥലം ഉള്ളത്. അപ്പോൾ അവിടെ ചെന്ന് കണ്ട ഒരു കുഞ്ഞു കട. വലിയ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ സെറ്റപ്പോ ഒന്നുമില്ല. ഒരു മേശയും 2-3 കസേരയൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ 4 പഴങ്കഞ്ഞി പറഞ്ഞു വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടി. എന്നെക്കാളും ഇഷ്ടം ചേച്ചിക്കാണ്. ചേച്ചിയാണ് നമ്മളെ വിളിച്ചുകൊണ്ട് പോയത് കുടിക്കാമെന്ന് പറഞ്ഞു. ഈ അന്തുചേട്ടനാണെങ്കിൽ ഫുൾ ഈ ലൊക്കാലിറ്റിയിലുള്ള എവിടെയൊക്കെ പഴങ്കഞ്ഞി കിട്ടും എന്ന് കറക്റ്റായിട്ട് അറിയാം. ഇത് 1ാമത്തെ സ്ഥലമായതേ ഉള്ളൂ. നമ്മളിനി വേറെ സ്ഥലത്ത് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ കാത്തിരുന്നു. 4 പഴങ്കഞ്ഞി വന്നു. നല്ല ചോറും തൈരും നല്ല ഉണ്ടമുളക് പകുതി കീറിയിട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മണം അടിപൊളിയായിരുന്നു. പിന്നെ 4 കൂട്ടം അച്ചാറ്, ചമ്മന്തി, മീൻ വറുത്തത്, ഇത്രയുമായിരുന്നു അവിടത്തേത്. അങ്ങനെ ഫസ്റ്റ് ഞാനാട്ടോ ടേസ്റ്റ് ചെയ്തത്. എല്ലാവരും എന്നെ നോക്കിയിരിക്കുമായിരുന്നു എൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടി. അങ്ങനെ ഫസ്റ്റ് കഴിച്ചപ്പോൾ തന്നെ കൊള്ളായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായത്. ആ തൈരിൻ്റെയും എനിക്ക് പക്ഷേ ഉണ്ടമുളക് ഒത്തിരി ഇട്ട് എവിടെയും എനിക്ക് ഭയങ്കര എരിവാണ്. അപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഞാനത് മാറ്റി. പിന്നെ നമ്മുടെ കുഞ്ഞുമണിക്ക് കൊടുത്തു. കുഞ്ഞുമണിക്ക് ഞാൻ പഴങ്കഞ്ഞിയൊക്കെ കൊടുക്കുന്നത്, അത് അവൾക്ക് ഇഷ്ടമാണ് പഴങ്കഞ്ഞിയൊക്കെ. അങ്ങനെ അവളും കഴിച്ചു. അവൾ 2-3 വായേ കഴിച്ചുള്ളൂ. പിന്നെ നമ്മളിരുന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. ചേച്ചി പറയുവാടി, മുളകെടുത്ത് നീ എവിടെ കഴിക്കും. ചേച്ചി അത് ഫുള്ള് കഴിച്ചു. എനിക്കാണെങ്കിൽ പല്ല് വേദനയായിരുന്നു. അതുകൊണ്ട് അച്ചാറിനൊക്കെ ചെറിയ ഒരു പുളിപ്പ് വരത്തില്ലേ, അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ മേലായിരുന്നു. എനിക്ക് അതിൻ്റെ സങ്കടമായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. എൻ്റെ പൊന്നെ, വയറും നമ്മുടെ ഫുള്ളാകും. എനിക്കത് ഫുള്ള് കഴിക്കാനും പറ്റിയില്ല. അച്ചാറൊക്കെ എൻ്റെ മിച്ചം ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് പിന്നെ വീഡിയോ കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്, കഴിച്ച് തീർക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത്. എന്തായാലും അടിപൊളി സാധനമായിരുന്നു. ചേച്ചിയുടെ കണ്ടോ, ചട്ടി കണ്ടാലേ അറിയാം, ഫുള്ള് വടിച്ചിട്ടാണ് എണ്ണീറ്റ് പോയത്. എന്തായാലും അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ അടുത്ത സ്പോട്ട് ഉടനെ വരുന്നതാണ്. അങ്ങനെ ചേച്ചി സെറ്റായി ഇറങ്ങി. നമ്മൾ പോകുന്ന വഴിക്ക് ക്രെയിനും കൊണ്ട് മരം വെട്ടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല.